Hi students, welcome to Entry App. In this class, we are going to discuss about Kerala Bank. The formation of Kerala Bank, reason behind the formation of Kerala Bank, the history of Kerala Bank, features of Kerala Bank, general body, board of directors, all these are discussed in this class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേരള ബാങ്കിനെ കുറിച്ചിട്ടാണ്. കേരള ബാങ്ക് അതിൻ്റെ രൂപീകരണം എങ്ങനെയായിരുന്നു? കേരള ബാങ്ക് കേരളത്തിൻ്റേതായിട്ട് സഹകരണ മേഖലയിൽ വളരെ വിപുലമായിട്ട് രീതിയിൽ പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു ബാങ്ക് രൂപീകരിക്കുക എന്നുള്ളതിൻ്റെ പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ കാണാനായിട്ട് കഴിയുക. കേരളത്തിലുണ്ടായിരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ലയിപ്പിച്ചു. അപ്പോൾ കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു ബാങ്ക് ഇല്ലാതാകുന്ന ഒരവസ്ഥ അവിടെ വരികയാണ്. അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളൊക്കെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ സഹകരണ ബാങ്കുകളിലൂടെ നോട്ട് മാറിയെടുക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഇതിനൊരു പരിഹാര മാർഗം എന്ത് എന്ന് കേരള ഗവൺമെൻറ് ചിന്തിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു ബാങ്ക്, വലിയ ഒരു ബാങ്ക്, യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു ബാങ്ക് സഹകരണ മേഖലയിൽ രൂപീകരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ഗവൺമെൻറ് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അതിനു വേണ്ടിയിട്ടുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കേരള ബാങ്ക് രൂപീകരിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത്. കേരള ബാങ്കിൻ്റെ രൂപീകരണത്തോടു കൂടി കേരളത്തിലെ ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ, ഹ്രസ്വകാല വായ്പ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. PACS, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരള ബാങ്ക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇപ്പോൾ അറിയപ്പെടുന്ന ആ പേരിലാണ്. അപ്പോൾ 3 ടയർ സ്ട്രക്ചർ ആയിരുന്നു ഷോർട്ട് ടൈം ക്രെഡിറ്റ് മേഖലയിൽ. അതിനെ 2 ടയർ സ്ട്രക്ചറാക്കി മാറ്റാനായിട്ട് ഗവൺമെൻറ് തത്വത്തിൽ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നേരെ കേരള ബാങ്ക്, എങ്ങനെയാണ് കേരള ബാങ്കിൻ്റെ രൂപീകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാ സഹകരണ ബാങ്കുകളെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കായിട്ട് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ആ ബാങ്ക് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. The government of Kerala appointed an expert committee headed by M.S. Sriram to study the various aspects of restructuring the cooperative credit structure in Kerala. കേരളത്തിലെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് M.S. ശ്രീറാം അധ്യക്ഷനായി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ കേരള ഗവൺമെൻറ് നിയോഗിച്ചു. ആ കമ്മിറ്റി പഠനം നടത്തുകയും ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ April 20th, 2017. 2017 April 28 അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്തായിരുന്നു ആ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ ശുപാർശ എന്തായിരുന്നു? ദ കമ്മിറ്റി സജസ്റ്റഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സ്ട്രോങ്, വൈബ്രന്റ്, ടെക്നോളജി ഡ്രിവൺ ആൻഡ് പ്രൊഫഷണലി മാനേജ്ഡ് ബാങ്ക് ഇൻ ദ കോഓപ്പറേറ്റീവ് സെക്ടർ ബൈ മെർജിങ് ദ DCBs വിത്ത് KSCB. അതായത് കേരളത്തിൽ ശക്തമായിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ടെക്നോളജി ഡ്രിവൺ, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള, അതുപോലെ തന്നെ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഉള്ള ഒരു ബാങ്ക് രൂപീകരിക്കുക
അത് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് ആ കമ്മിറ്റി വെച്ച നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ലയിപ്പിക്കുക. ഇതായിരുന്നു ആ കമ്മിറ്റിയുടെ സജഷൻ. ഗവൺമെന്റ് ഡിസൈഡഡ് ടു കൺവേർട്ട് 3-tier short-term credit structure within the state into 2-tier structure by the amalgamation of DCBs with the Kerala State Cooperative Bank. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താണ് ആ തീരുമാനം? കേരളത്തിൽ നിലനിൽക്കുന്ന ഹ്രസ്വകാല വായ്പ ആ മേഖലയിൽ 3-tier സ്ട്രക്ചർ ആയിരുന്നു, ത്രിതല സംവിധാനമായിരുന്നു. അതിനെ 2-tier സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ത്രിതല സംവിധാനം എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ PACS, അതിൻ്റെ മുകളിൽ DCBs, അതിൻ്റെ മുകളിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇതായിരുന്നു ഗവൺമെന്റ് എന്ത് തീരുമാനിച്ചു? ആ 3-tier സ്ട്രക്ചർ 2-tier സ്ട്രക്ചറാക്കി മാറ്റുക. അപ്പം എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ്? ആളുകൾക്ക്, കൃഷിക്കാർക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് ഒരു തട്ട് കുറഞ്ഞു കഴിയുമ്പോൾ ആ പലിശയിൽ കുറവ് അനുഭവപ്പെടും. അപ്പോൾ അത് ജനങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് 3-tier സ്ട്രക്ചർ 2-tier സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് സാധ്യമാക്കിയത് എങ്ങനെയാണ്? കേരളത്തിലുണ്ടായിരുന്ന ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ലയിപ്പിക്കുക എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത്. അപ്പം നമുക്കറിയാം, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയാലും ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയാലും RBIയുടെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ ബാങ്കുകളെ ലയിപ്പിക്കണമെങ്കിൽ RBIയുടെ സാങ്ഷൻ ആവശ്യമാണ്. കൺസെന്റ് ഓഫ് RBI ഫോർ ദ അമാൽഗമേഷൻ ഓഫ് 13 DCBs ഹു അപ്രൂവ്ഡ് ദ സ്കീം ഓഫ് അമാൽഗമേഷൻ വിത്ത് KSEB. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ലയിപ്പിക്കുന്നതിന് തീരുമാനമെടുത്ത 13 ജില്ലാ സഹകരണ ബാങ്കുകളുടെ ആ തീരുമാനത്തിന് RBI അംഗീകാരം നൽകുകയാണ് ഉണ്ടായത്. ജനറൽ ബോഡി ഓഫ് 13 DCBs passed a resolution on 7th March 2019 by approving the scheme of amalgamation. അങ്ങനെ ആ അമാൽഗമേറ്റ് ചെയ്യുന്നതിനുള്ള തീരുമാനത്തിന് തത്വത്തിൽ ഇൻ പ്രിൻസിപ്പിൾ RBI സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? DCBs അവരതിൻ്റെ പൊതുയോഗം വിളിച്ചു കൂട്ടുകയും 7/3/2019 ആ പൊതുയോഗം വിളിച്ചു കൂട്ടിയത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ലയിക്കാനുള്ള തീരുമാനം, ആ അമാൽഗമേഷനുള്ള തീരുമാനം എടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് നോക്കാം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് has merged with the 13 DCBs and function as a single entity with the brand name Kerala Bank from 29th November 2019 onwards. അപ്പോൾ RBIയുടെ അനുവാദം കിട്ടി. ജില്ലാ സഹകരണ ബാങ്കുകളുടെ ജനറൽ ബോഡി റെസൊല്യൂഷൻ പാസ്സാക്കി. അതിൻ്റെ ഫലമായിട്ട് ആ തീരുമാനത്തിൻ്റെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ഇഷ്യൂഡ് ദ ഓർഡർ ഓഫ് അമാൽഗമേഷൻ. രജിസ്ട്രാർ അതിന് അനുവാദം കൊടുത്തു. ആ അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് 13 ജില്ലാ സഹകരണ ബാങ്കുമായിട്ട് ലയിക്കുകയും കേരള ബാങ്ക് എന്നുള്ള ബ്രാൻഡ് നെയിമിൽ 29/11/2019 മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ മാത്രമേ ഈ ലയന തീരുമാനം എടുത്തുള്ളൂ. ഒരു ജില്ലാ സഹകരണ ബാങ്കിന്റെ ജനറൽ ബോഡി ലയന തീരുമാനം അംഗീകരിച്ചില്ല. മലപ്പുറം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ജനറൽ ബോഡി ആ തീരുമാനം അംഗീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഒഴികെയുള്ള 13 ജില്ലാ സഹകരണ ബാങ്കുകളാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ലയിച്ചത്. അപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോഴും ജില്ലാ സഹകരണ ബാങ്കായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഈ ജില്ലാ സഹകരണ ബാങ്ക് ലയിക്കുകയാണ് ഉണ്ടായത്. ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്
കേരള ബാങ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ മുൻകാല പ്രവർത്തനത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. In Travancore, the first cooperative society registered under the Travancore Cooperative Societies Regulation Act 1914 was Trivandrum Central Cooperative Bank, registered in November 23, 1950. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് 1914. നമുക്കറിയാം, കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുമ്പ് കേരളം 3 നാട്ടുരാജ്യങ്ങളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്: ട്രാവൻകൂർ, കൊച്ചിൻ ആൻഡ് മലബാർ. ഈ 3 പ്രദേശത്തും പ്രത്യേകം നിയമമാണ് സഹകരണ നിയമമാണ് ഉണ്ടായിരുന്നത്. ട്രാവൻകൂർ ഉണ്ടായിരുന്ന നിയമത്തിന് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് 1914 ആ നിയമം പാസ്സാക്കിയത്. ആ നിയമപ്രകാരമാണ് ഒരു ബാങ്ക് രജിസ്റ്റർ ചെയ്തു. 23 നവംബർ 1915. ആ ബാങ്കിന്റെ പേരെന്താണ്? ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആദ്യത്തെ രൂപമാണത്. എന്തായിരുന്നു ആ പേര്? ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് റെഗുലേഷൻ ആക്ട് 1914 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. പിന്നീട് എന്ത് സംഭവിച്ചു? ഇൻ 1943 ഇറ്റ് ബിക്കെയിം ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. 1943 ആ ബാങ്കിന്റെ പേര് ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നായി മാറി. പിന്നീട് നമുക്ക് കാണാൻ കഴിയുക 1954 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോർ ട്രാവൻകൂർ കൊച്ചി. അപ്പോൾ അതിനിടയിൽ ഒരു സംഭവ വികാസം ഉണ്ടായി. എന്താണത്? 1949 ട്രാവൻകൂർ കൊച്ചി ലയനം നടക്കുകയാണ്. അപ്പോൾ ട്രാവൻകൂർ കൊച്ചി തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന ബാങ്കിന്റെ പേര് എന്തായിട്ട് മാറി? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോർ ട്രാവൻകൂർ കൊച്ചിൻ എന്നായിട്ട് മാറി. എന്നായിരുന്നു അത്? ആ മാറ്റം സംഭവിച്ചത് 1954. അപ്പോൾ നമ്മൾ ബാങ്കിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? കേരള സംസ്ഥാനം നിലവിൽ വന്നു. നമുക്കറിയാം 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഈ ബാങ്കിന്റെ പേരെന്തായിട്ട് മാറി? കേരള സംസ്ഥാനം രൂപീകരണം തിരുക്കൊച്ചിയിലേക്ക് മലബാറും കൂടി ലയിച്ചു കഴിഞ്ഞപ്പോഴാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ KCB എന്നുള്ള പേര് ആ ബാങ്കിന് ലഭിക്കുന്നത്. പിന്നീട് ആ ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 1966 ജൂലൈ RBI approved as scheduled cooperative bank as per the provision contained in second schedule of RBI Act. RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ പെടുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ 1966 ജൂലൈയിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള പദവി ലഭിക്കുകയാണുള്ളത്. കേരളത്തിലെ ഒരേ ഒരു ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നീട് 1972 RBI ഇഷ്യൂഡ് ലൈസൻസ് ടു KCB. 1972 RBI ലൈസൻസും ലഭിച്ചു. അപ്പോൾ ഒരു RBIയുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കായിട്ട് മാറുകയാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മാസ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം, മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം കേരള, ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. മാസ്ക് എന്താണെന്ന് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. പിന്നീട് ആ ബാങ്കിന് പ്രവർത്തനത്തിന്റെ മണ്ഡലങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 1992 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ACSTI എന്നുള്ള പേരിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് മൺവിളയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്താണത്? 1992 അത് ACSTI രൂപീകരിക്കുന്നത്. 2019 വന്ന മാറ്റമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. എന്താണത്? ബാങ്ക് ഫങ്ഷനിങ് വിത്ത് ദ ബ്രാൻഡ് നെയിം കേരള ബാങ്ക്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ
കേരള ബാങ്ക് എന്നുള്ള ബ്രാൻഡ് നെയിമിലാണ് അറിയപ്പെടുന്നത് 29 നവംബർ 2019 മുതൽ. അപ്പോൾ ഇത്രയാണ് ഈ ബാങ്കിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഈ ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് ബാങ്ക്, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദ KCB ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ നബാർഡ് ആൻഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്. നമുക്കറിയാം നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, കേന്ദ്ര ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. നബാർഡ് വഴിയാണ് കാർഷിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളെല്ലാം ലഭിക്കുന്നത്. ബഡ്ജറ്റിൽ വകയിരുത്തുന്ന, സെൻട്രൽ ബഡ്ജറ്റിൽ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് വകയിരുത്തുന്ന ഫണ്ടുകൾ നബാർഡ് വഴിയാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് വഴി പ്രാഥമിക സഹകരണ സംഘങ്ങളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് അത് കർഷകരിലേക്ക് എത്തുന്നു. അപ്പോൾ KCB ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ നബാർഡ് ആൻഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനും നബാർഡുമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത് KCB ആണ്. KCBക്ക് ആണ് നബാർഡിൽ നിന്ന് ഫണ്ട് ലഭിക്കുക. ആ KCB ആണ് മറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷന് ഈ ഫണ്ട് വിതരണം ചെയ്യുക. ഇറ്റ് ഈസ് ദ ഓൺലി ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു പദവിയാണത്. കേരളത്തിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സഹകരണ ബാങ്ക്, ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക് മാത്രമേ ഉള്ളൂ. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ് എന്ത്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പോൾ നമ്മൾ അതിനെ അറിയപ്പെടുന്നതിൻ്റെ പേരിലാണ് കേരള ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തെ തന്നെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്കും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്കാണ്. ഇന്ത്യ രാജ്യത്ത് സഹകരണ മേഖലയിൽ അപ്പെക്സ് സ്ഥാപനം രൂപീകൃതമായിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ആ പദവിയും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനുള്ളതാണ്. കേരള ബാങ്ക് ആക്ട് ആസ് ദ ലീഡർ ഓഫ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ കേരള. കേരളത്തിലെ ക്രെഡിറ്റ് മേഖലയുടെ ഒരു ലീഡർ ആയി പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് ഷോർട്ട് ടൈം ക്രെഡിറ്റ് മേഖല, അതിൻ്റെ ഒരു ലീഡർ ആയി പ്രവർത്തിക്കുന്നത് കേരള ബാങ്കാണ്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. നമുക്കറിയാം നബാർഡ് വഴി ഫണ്ടുകൾ കേരള ബാങ്കിനാണ് ലഭിക്കുക. കേരള ബാങ്കിൽ നിന്നാണ് മറ്റ് PACSലേക്കൊക്കെ എത്താം. അതുകൊണ്ട് ക്രെഡിറ്റ് മേഖലയുടെ ഒരു ലീഡർ പദവി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്കിനുണ്ട്. ദ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്താ കാർഡിൻ്റെ പേരെന്തൊക്കെയാണ്? സമൃദ്ധി കാർഡ്, അതുപോലെ തന്നെ കോ ബാങ്ക് കാർഡ്സ് എന്നുള്ള പേരിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നു. മറ്റൊന്ന് PSPF. എന്താണ് PSPF എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഷെയർ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് നബാർഡ് നൽകുന്ന ഫണ്ടാണ് PSPF ഫണ്ട് എന്ന് പറയുന്നത്. ഈസ് മെയിൻറ്റെയിൻഡ് ബൈ KCB. അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ദ കസ്റ്റോഡിയൻ ഓഫ് PSPF, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഫണ്ട്. സഹകരണ ബാങ്കുകൾ ഷെയർ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ACSTI രൂപീകരണത്തെക്കുറിച്ച് പറഞ്ഞു. 1992 അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മൺവിള എവിടെയാണ്? തിരുവനന്തപുരം. കഴിഞ്ഞ എക്സാമിന് വരെ അത് ചോദിച്ചതാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ്
ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? കോ ബാങ്ക് ടവർ, തിരുവനന്തപുരം പാളയത്ത് കോ ബാങ്ക് ടവർ, അവിടെയാണ് കേരള സ്റ്റാച്യു ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കോ ബാങ്ക് ടവർ. അതാണ് കേരള ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടറായി പ്രവർത്തിക്കുന്നത്. കോർപ്പറേറ്റ് ഓഫീസ്, കേരള ബാങ്ക് രൂപീകരിച്ചതിന് ശേഷം അതിന്റെ ബിസിനസ് ജില്ലാ സഹകരണ ബാങ്കുമായി ലയിപ്പിച്ചതിന് ശേഷം ബിസിനസ്സിന് ഒരുപാട് വർധനവ് വന്നു. അപ്പോൾ ഹെഡ് ഓഫീസിന് പുറമെ ഒരു കോർപ്പറേറ്റ് ഓഫീസും കൂടി കേരള ബാങ്കിൻ്റെ കീഴിൽ അല്ലെങ്കിൽ കേരള ബാങ്കിനുണ്ട്. ആ കോർപ്പറേറ്റ് ഓഫീസ് എവിടെയാണ്? എറണാകുളത്താണ് കോർപ്പറേറ്റ് ഓഫീസ്. അപ്പോൾ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. ആ ബിൽഡിങ്ങിൻ്റെ പേര് കോ ബാങ്ക് ടവർ എന്നാണ്. കോർപ്പറേറ്റ് ഓഫീസ് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? എറണാകുളത്താണ്. ഇത് കൂടാതെ 7 റീജിയണൽ ഓഫീസസ് കൂടിയുണ്ട്. 7 റീജിയണൽ ഓഫീസ്, 2 ജില്ലയ്ക്ക് 1 റീജിയണൽ ഓഫീസ് എന്ന കണക്കിനാണ്. എവിടേക്കാണ് റീജിയണൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്? തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. 2 ജില്ലയ്ക്ക് 1 റീജിയണൽ ഓഫീസ്. തിരുവനന്തപുരം, കൊല്ലം, അതിൻ്റെ റീജിയണൽ ഓഫീസ് തിരുവനന്തപുരത്താണ്. ആലപ്പുഴ, പത്തനംതിട്ട, ആലപ്പുഴ പ്രവർത്തിക്കുന്നു. കോട്ടയം, ഇടുക്കി, 2 ജില്ലയ്ക്ക് കൂടിയിട്ടുള്ള റീജിയണൽ ഓഫീസ് കോട്ടയത്താണ്. തൃശ്ശൂർ, എറണാകുളം, അതിൻ്റെ റീജിയണൽ ഓഫീസ് തൃശ്ശൂരാണ്. പാലക്കാട്, മലപ്പുറം, റീജിയണൽ ഓഫീസ് പാലക്കാട് പ്രവർത്തിക്കുന്നു. കോഴിക്കോട്, വയനാട്, റീജിയണൽ ഓഫീസ് കോഴിക്കോട് പ്രവർത്തിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ്, റീജിയണൽ ഓഫീസ് കണ്ണൂരാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ 2 ജില്ലയ്ക്ക് 1 എന്ന കണക്കിനാണ് റീജിയണൽ ഓഫീസ്. അങ്ങനെ 7 റീജിയണൽ ഓഫീസുകളുണ്ട്. അത് ഏതൊക്കെ ജില്ലകളാണെന്ന് നമ്മൾ പറഞ്ഞു? തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. അതുകൂടാതെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. അതെവിടെയാണ്? എറണാകുളത്താണ്. ഇത് കൂടാതെ കേരള ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആ ബിൽഡിങ്ങിന്റെ പേരെന്താണ്? കോ ബാങ്ക് ടവർ എന്നാണ് പറയുക. ഇനി കേരള ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത് എങ്ങനെയാണ്? അതിൻ്റെ എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് അത് കടന്നു പോയത്? അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. The launch of Kerala Bank was announced by Chief Minister Sri Pinarayi Vijayan in Thiruvananthapuram on December 6, 2019. ബാങ്ക് മെർജ് ചെയ്ത് ബാങ്ക് നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞു 29/11/2019. അത് കേരള ബാങ്ക് ആയി പ്രവർത്തിക്കാനായിട്ടുള്ള കേരള ബാങ്ക് ആയി ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രഖ്യാപനം അന്ന് മുതലാണ് ബാങ്കിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ തുടങ്ങിയത്. ആ പ്രഖ്യാപനം നടത്തിയത് കേരള ചീഫ് മിനിസ്റ്ററായ പിണറായി വിജയനാണ്. അത് ഏത് തീയതിയിലാണ്? December 6, 2019. അപ്പോൾ ആ ഡേറ്റ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരള ബാങ്ക് ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാ ജില്ലാ സഹകരണ ബാങ്ക്, കേരള ബാങ്കിൽ ലയിച്ച 13 ജില്ലാ സഹകരണ ബാങ്കുകളുടെയും കമ്മിറ്റിയെ പിരിച്ചുവിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമായിരുന്നു. അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കമ്മിറ്റിയും പിരിച്ചുവിട്ടു. അവിടെയും ആരാണ് ഭരിച്ചത്. അതിനുശേഷം കേരള ബാങ്ക് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ 13 ജില്ലാ സഹകരണ ബാങ്കിലും പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ആവശ്യമില്ല. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് പ്രത്യേകവും വേണ്ട. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ ബാങ്കായി മാറിക്കഴിഞ്ഞപ്പോൾ അതിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിക്കുകയും അതിൻ്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിച്ചത് മിനി ആൻ്റണി IAS ആണ്. നമുക്കറിയാം, കോഓപ്പറേഷൻ സെക്രട്ടറി ആയിട്ടുള്ള മിനി ആൻ്റണി IAS ആണ് ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് കേരള ബാങ്ക്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? മിനി ആൻ്റണി IAS ആയിരുന്നു അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലും മറ്റ് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? സജീവ് കൗശിക്, അതുപോലെ തന്നെ റാണി ജോർജ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള സജീവ് കൗശിക്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ MD ആയി പ്രവർത്തിച്ച റാണി ജോർജ്. ഇങ്ങനെ 3 അംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആയിരുന്നു കേരള ബാങ്കിൻ്റെ പ്രവർത്തനം നിയന്ത്രിച്ചത്.
അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രവർത്തിച്ചത് മിനി ആൻ്റണി. ഈ മൂന്നാളിൽ ഒരാളെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് തിരഞ്ഞെടുത്തു. മിനി ആൻ്റണി IAS, കോഓപ്പറേഷൻ സെക്രട്ടറി. അതിനുശേഷം കേരള ബാങ്കിൻ്റെ എലക്ഷൻ നടക്കുകയും നടന്നതിൻ്റെ ഫലമായിട്ട് കേരള ബാങ്കിൻ്റെ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തു. കമ്മിറ്റി യോഗം ചേർന്ന് അതിൻ്റെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപി കോട്ടമുറിക്കൽ. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക്. കേരള ബാങ്ക് അതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്തി. ആ കമ്മിറ്റിയിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രഥമ പ്രസിഡന്റ് എന്നുള്ള അത് ആരാണ്? ഗോപി കോട്ടമുറിക്കലാണ്. അതുപോലെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് MK കണ്ണനാണ്. തൃശ്ശൂർക്കാരനായിട്ടുള്ള MK കണ്ണനാണ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്. ഇനി ഫസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO, മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള പദവി CEO പദവിയും കൂടി ഒന്നാക്കി. ഫസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിച്ചത് ആരെയാണ്? PS രാജനെയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജനറൽ മാനേജറായിരുന്ന PS രാജനെയാണ് ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിച്ചത്. അപ്പോൾ ആ പേരുകളൊക്കെ നമ്മൾ ഓർമ്മയിൽ വയ്ക്കണം. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മിനി ആൻ്റണി IAS. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ 3 അംഗ കമ്മിറ്റി ആയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു അവർ? മിനി ആൻ്റണി IAS, സജീവ് കൗശിക്, അതുപോലെ തന്നെ റാണി ജോർജ്. ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആരാണ്? MK കണ്ണൻ. ഫസ്റ്റ് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PS രാജൻ. ഇനി ബാങ്കിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? 1 from each district elected by A-class members of the bank from among the delegates of PACS. 1 from each district. ഓരോ ജില്ലയിൽ നിന്ന് ഒരാൾ വീതം അവരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? എലക്റ്റഡ് ബൈ A-class members of the bank from among the delegates of PACS. PACSന്റെ ഡെലഗേറ്റ്സ് ആണ്. PACS ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ അവർ മെമ്പേഴ്സായിട്ട് വരിക. അപ്പോൾ എല്ലാ ബാങ്കിൽ നിന്നും ഡെലഗേറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ആ ഡെലഗേറ്റ്സ് കൂടി ചേരുന്നതാണ് A-class മെമ്പേഴ്സ് അല്ലെങ്കിൽ ജനറൽ ബോഡി എന്ന് അവരെല്ലാം അടങ്ങുന്നതാണ് ജനറൽ ബോഡി. PACSന്റെ ഡെലഗേറ്റ്സ് ഉണ്ടാകും, അർബൻ ബാങ്കിന്റെ ഡെലഗേറ്റ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഗവൺമെന്റ് നോമിനീസ്, അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ, ഇവരെല്ലാം മെമ്പേഴ്സ്, ഇവരെല്ലാം കൂടി ചേർന്നാണ് ജനറൽ ബോഡി. ഈ വോട്ടവകാശമുള്ളത് ആർക്ക് മാത്രമാണ്? A-class അംഗങ്ങൾക്കാണ്. അപ്പോൾ 14 ജില്ലകളിൽ നിന്നും PACSന്റെ പ്രതിനിധികളായിട്ട് ഈ A-class അംഗങ്ങൾ ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുക്കുമ്പോൾ ആ ഡെലഗേറ്റ്സ് ഏത് ഡെലഗേറ്റ്സിൽ നിന്നാണ് റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കേണ്ടത്? PACSന്റെ ഡെലഗേറ്റ്സിൽ നിന്നാണ് ഒരു ജില്ലയ്ക്ക് ഒരാൾ വീതം എന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കേണ്ടത്. PACSന്റെ ഡെലഗേറ്റ്സ് കൂടാതെ അർബൻ ബാങ്കിന്റെ ഡെലഗേറ്റ്സ് വേറെയുണ്ട്. അപ്പോൾ PACSന്റെ ഡെലഗേറ്റ്സിൽ നിന്ന് ഒരു ജില്ലയ്ക്ക് 1 എന്ന കണക്കിൽ 14 പേരെ തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? A-class മെമ്പേഴ്സ് ആണ്. ഈ 14 പേര് എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കണം? ജനറൽ കാറ്റഗറിയിൽ നിന്ന് 10 പേര്, വുമൺ റിസർവേഷൻ വനിതാ റിസർവേഷൻ 3 പേര്, SC/ST റിസർവേഷൻ 1. ഈ റിസർവേഷൻ കാൻഡിഡേറ്റ്സിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അതും ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? The district from which women and SC/ST to be elected shall be decided by RCS by way of lot on rotation basis. 3 വനിതാ പ്രതിനിധികളെയും 1 SC/ST പ്രതിനിധിയെയും തിരഞ്ഞെടുക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ്. ഈ 14 പേര് ജില്ലയിൽ നിന്ന് വരുന്നു. ഈ 14 പേരിൽ 10 പേരാണ് ജനറൽ കാറ്റഗറിയിൽ നിന്ന് വരാം, 3 പേര്
വനിതകളായിട്ട് വരുന്നു, ഒരാൾ SC/ST കാറ്റഗറിയിൽ നിന്നും വരണം. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ജനറൽ കാറ്റഗറി ഏത് ജില്ലയിൽ നിന്നാണ്, വിമൻ റിസർവേഷൻ ഏത് ജില്ലയ്ക്കാണ്, SC/ST ഏത് ജില്ലയ്ക്കാണ്, ഇത് തീരുമാനിക്കണം. ഇത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് രജിസ്ട്രാർ നറുക്കിട്ടാണ് തീരുമാനിക്കുക. ആ നറുക്കിട്ട് എടുത്തു കഴിയുമ്പോൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തവണ വനിതാ പ്രതിനിധികൾ, SC/ST പ്രതിനിധികൾ തിരഞ്ഞെടുത്ത ജില്ലകളെ ഒഴിവാക്കിയിട്ടാവും അടുത്ത തവണ തിരഞ്ഞെടുപ്പ് നടത്തുക. ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ വനിതാ റിസർവേഷൻ, SC/ST റിസർവേഷനിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നു. അപ്പോൾ അവരെ ഇതിലേക്ക് മാറും, ജനറൽ കാറ്റഗറിയിലേക്ക് മാറും. അപ്പോൾ വേറെ 4 ജില്ലയിൽ നിന്നാവും വരാം. വുമൺ റിസർവേഷൻ, SC/ST 3, 1, 4 വേറെ 4 ജില്ലയിൽ നിന്നാണ് വരാം. അപ്പോൾ ഇത് ഇങ്ങനെ ബൈ റൊട്ടേഷൻ തീരുമാനിക്കുന്നത് രജിസ്ട്രാർ ലോട്ട് ഇട്ടെടുത്തിട്ടാണ് റിസർവേഷൻ തീരുമാനിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് ഒരാൾ വീതം A ക്ലാസ് മെമ്പർമാർ തിരഞ്ഞെടുക്കുന്നു. എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്? PACSന്റെ ഡെലിഗേറ്റ്സിൽ നിന്ന്. അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും കൂടി ആകുമ്പോൾ 14 ജില്ലയിൽ നിന്ന് വരുന്നു 14 പേര്. പിന്നെ എങ്ങനെയാണ് വരുന്നത്? 1 member representing urban cooperative banks elected by A class members from among the delegates of urban bank. അർബൻ ബാങ്കിന്റെ പ്രതിനിധിയായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണം. ആരാണ് തിരഞ്ഞെടുക്കുക? A ക്ലാസ് മെമ്പർമാരാണ് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കേണ്ടത് ആരിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്? അർബൻ ബാങ്കിന്റെ ഡെലിഗേറ്റ്സ് ആയിട്ട് വരുന്ന അർബൻ ബാങ്കും കേരള ബാങ്കിലെ മെമ്പേഴ്സാണ്. അപ്പോൾ അർബൻ ബാങ്കിന്റെ ഡെലിഗേറ്റ്സും ഈ ജനറൽ ബോഡിയിൽ ഉണ്ടാകും. അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കണം അർബൻ ബാങ്കിന്റെ പ്രതിനിധിയായിട്ട്. അർബൻ ബാങ്കിന്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അർബൻ ബാങ്കിന്റെ ഡെലിഗേറ്റ്സിൽ നിന്ന് ഒരാളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ 14 3 15ആയി. 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നു. ഇത് കൂടാതെ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് കൂടി വരുന്നു. അപ്പോൾ ആകെ എത്രയായി? 21 അംഗ കമ്മിറ്റിയാണ്. അപ്പോൾ 14 പേര് ജില്ലയിൽ നിന്ന് വരുന്നു, PACSന്റെ ഡെലിഗേറ്റ്സ് പ്രതിനിധികളായിട്ട്. പിന്നെ ഒരാൾ അർബൻ ബാങ്കിന്റെ പ്രതിനിധിയായിട്ട് വരുന്നു. ഇപ്പോൾ 14 15. പിന്നെ ഗവൺമെന്റ് നോമിനി 2 പേര്. ഇപ്പോൾ 15 2 17. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 17 4 21. അങ്ങനെ 21 അംഗ കമ്മിറ്റിയാണ് കേരള ബാങ്കിന്റെ ഭരണം നടത്തുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 21 പേരാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടാകുക. ഇനി 4 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്? സെക്രട്ടറി കോഓപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് കേരള. നമ്മൾ നേരത്തെ പറഞ്ഞ മിനി ആന്റണി IASനെ നമ്മൾ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞല്ലോ. അവരുടെ പദവി സെക്രട്ടറി ഓഫ് കോഓപ്പറേഷൻ ആണ്. അപ്പോൾ സെക്രട്ടറി ഓഫ് കോഓപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് കേരള ആരാണോ ആ പദവിയിൽ അപ്പോൾ ഇരിക്കുന്നത് അവരായിരിക്കും. അവർ മാറിപ്പോയാൽ പിന്നെ ആരാണോ വരുന്നത് അവരാണ് എക്സ് ഒഫീഷ്യോ, ആ പോസ്റ്റിലിരിക്കുന്ന ആളാണ് വരാം. പിന്നെ RCS രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് വരുന്നു. പിന്നെ ചീഫ് ജനറൽ മാനേജർ ഓഫ് നബാർഡ് റീജിയണൽ ഓഫീസ് കേരള. തിരുവനന്തപുരത്ത് നബാർഡ് റീജിയണൽ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ചീഫ് ജനറൽ മാനേജറും എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് വരുന്നു. MD കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പോൾ MD ചീഫ് എക്സിക്യൂട്ടീവ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ പദവിയിലിരിക്കുന്ന ആരാണോ അദ്ദേഹവും എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് വരുന്നു. അപ്പോൾ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 4 പേരാണ് വരിക. സെക്രട്ടറി ഓഫ് കോഓപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് കേരള, RCS ചീഫ് GM നബാർഡ് റീജിയണൽ ഓഫീസ് കേരള, MD കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. Then, apart from 21 members, 1 member who shall be invited to the director to represent the non-cooperative societies for a period of 1 year on rotation basis from among Apex Cooperative Federation of the states. എന്താണ് പറയുന്നത്? മുകളിൽ പറഞ്ഞ 21 അംഗ കമ്മിറ്റിക്ക് പുറമെ ഒരു ക്ഷണിതാവായിട്ട് ഒരംഗം കൂടി വരാറുണ്ട്. 1 member who shall be invited to the director board.
പ്രത്യേക ക്ഷണിതാവായിട്ട് വരുന്നു ഒരാൾ. അത് എലക്ട് ചെയ്യുന്ന ആളല്ല. പിന്നെ എങ്ങനെയാണ് വരുന്നത്? ക്ഷണിതാവായിട്ട് വരുന്നു. ആരാണ് അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നത്? റെപ്രസെന്റ് ദ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോർ എ പീരീഡ് ഓഫ് 1 year ഓൺ റൊട്ടേഷൻ ബേസിസ്. നമ്മൾ പറഞ്ഞു PACSഉം അർബൻ ബാങ്കും ക്രെഡിറ്റ് സൊസൈറ്റികളാണ്. അപ്പം നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ മേഖലയിൽ നിന്ന് പ്രത്യേക ക്ഷണിതാവായിട്ട് ഒരാൾ കൂടി കമ്മിറ്റിയിൽ വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് ആരാണ് വരുന്നത്? റൊട്ടേഷൻ ബേസിസിലാണ് വരിക. എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം എമംഗ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ദി സ്റ്റേറ്റ്. കേരളത്തിലെ അപ്പെക്സ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ നമുക്കറിയാം. പല കാസ്കാഡ് ബാങ്ക്, കൺസ്യൂമർ ഫെഡ്, മിൽമ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, ഇങ്ങനെ 20ഓളം അപ്പെക്സ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അപ്പെക്സ് കോഓപ്പറേറ്റീവ് ഫെഡറേഷനിൽ നിന്ന് നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പ്രതിനിധി എന്ന, അപ്പോൾ കാസ്കാഡ് ബാങ്കിൽ നിന്നുണ്ടാകില്ല, നോൺ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഫോർ എ പീരീഡ് ഓഫ് 1 year, 1 വർഷമാണ് ആ പ്രതിനിധിയായിട്ട് വരുന്ന ആളുടെ കാലാവധി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം മാറും. ഇതിങ്ങനെ റൊട്ടേഷൻ ബേസിസിലാണ് വരാ. ഈ ആദ്യം റെപ്രസെന്റ് ചെയ്ത അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാവില്ല അടുത്ത തവണ വരാം, വേറൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്നത്. ഇങ്ങനെ റൊട്ടേഷൻ ബേസിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇൻവൈറ്റി ആയിട്ട് പങ്കെടുക്കുന്ന വ്യക്തിക്ക് ഷാൽ നോട്ട് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ്സ്. അദ്ദേഹത്തിന് വോട്ടവകാശമില്ല. കമ്മിറ്റിയിൽ പങ്കെടുക്കാം, ക്ഷണിതാവായിട്ട് കമ്മിറ്റിയിൽ പങ്കെടുക്കാം, അഭിപ്രായങ്ങൾ പറയുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ വോട്ടെടുപ്പ് വരുമ്പോൾ വോട്ടവകാശമില്ലാത്ത അംഗമായിരിക്കും അദ്ദേഹം. അപ്പം അതും അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് കേരള ബാങ്കിൻ്റെ ജനറൽ ബോഡി എന്ന് പറയുമ്പോൾ അതിൽ ആരെല്ലാമാണ് ഈ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ആരെല്ലാം കൂടി ചേരുന്നതാണ് ജനറൽ ബോഡി? ദ ജനറൽ ബോഡി കൺസിസ്റ്റ് ഓഫ്, ജനറൽ ബോഡിയിൽ ആരൊക്കെ? നമുക്കറിയാം, ഒരു ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അംഗങ്ങളാണ് അതിൽ വരുന്നത്. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഓഫ് ദ ബാങ്ക് എന്നാണ് പറയുക. ആരൊക്കെയാണ് ഈ ജനറൽ? അവർക്കാണ് വോട്ടവകാശമുള്ളത്. ജനറൽ ബോഡിയിൽ വരുന്നത് ആരൊക്കെയാണ്? ദ ജനറൽ ബോഡി ഓഫ് ദ ബാങ്ക് കൺസിസ്റ്റ് ഓഫ്, ആരൊക്കെയാണ് ജനറൽ ബോഡിയിൽ വരുന്നത്? ജനറൽ ബോഡി കൺസിസ്റ്റ് ഓഫ് ഡെലിഗേറ്റ്സ് ഓഫ് എ ക്ലാസ് മെമ്പേഴ്സ്. എ ക്ലാസ് മെമ്പേഴ്സിന്റെ ഡെലിഗേറ്റ്സ്. എ ക്ലാസ് മെമ്പേഴ്സ് എവിടെ നിന്നൊക്കെ വരിക? PACSൽ നിന്നുണ്ടാകും, അർബൻ ബാങ്ക്സിൽ നിന്നുണ്ടാകും. അവരാണ് അവരുടെ ആ ബാങ്കുകളിൽ നിന്ന് ഓരോ ഡെലിഗേറ്റ്സിനെ വിടുന്നു. അപ്പോൾ അവരാണ് എ ക്ലാസ് മെമ്പേഴ്സ് ആയിട്ട് വരിക. പിന്നെന്താണ്? ആ എ ക്ലാസ് മെമ്പർമാർ ജനറൽ ബോഡിയുടെ ഭാഗമാണ്. എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ്, നമ്മൾ പറഞ്ഞ 4 എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ് ഉണ്ട്. അവരും ജനറൽ ബോഡിയിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ഗവൺമെൻറ്, 2 പേരെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നു. ഇവരെല്ലാം കൂടി ചേർന്നതാണ് ബാങ്കിൻ്റെ പൊതുയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാങ്കിൻ്റെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ആളുകളാണ് ഇവരൊക്കെ. ആരൊക്കെയാണ്? എ ക്ലാസ് മെമ്പർമാർ. എ ക്ലാസ് മെമ്പർമാർ എന്ന് പറഞ്ഞാൽ അവരുടെ വരുന്നതാണ് PACSൻ്റെയും അർബൻ ബാങ്ക്സിൻ്റെയും ഡെലിഗേറ്റ്സ് ആയിട്ട് വരുന്നവരാണ്. അവരാണ് എ ക്ലാസ് മെമ്പേഴ്സ്. പിന്നെ ഇതുകൂടാതെ എക്സ് ഒഫീഷ്യോ ഡയറക്ടേഴ്സ് 4 പേരുണ്ട്. പിന്നെ ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ഗവൺമെൻറ്. അപ്പോൾ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ എന്താണ്? ബോർഡ് ഓഫ് മാനേജ്മെന്റ്. ജനറൽ ബോഡി കൂടാതെ ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടാതെ അതിൻ്റെ മുകളിൽ വേറൊരു ബോഡി കൂടിയുണ്ട്. അതിനെ നമ്മൾ പറയാം ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയാം. BOM, ബോർഡ് ഓഫ് മാനേജ്മെന്റ്. എങ്ങനെയാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ രൂപീകരണം? അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആസ് പെർ ഗൈഡ് ലൈൻസ് ഓഫ് RBI. RBIയുടെ നിർദ്ദേശാനുസരണം
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ ബോർഡ് ഓഫ് മാനേജ്മെന്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് തിരഞ്ഞെടുക്കുന്നത്. There shall be a board of management consisting of not more than 12 members. ഇങ്ങനെ രൂപീകരിക്കുന്ന ബോർഡ് ഓഫ് മാനേജ്മെന്റില് പരമാവധി എത്ര പേരാകാം? 12 പേരാകാം. ഈ ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ രൂപീകരണം RBI ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് RBI പറയുന്നത്? അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് shall consist of persons having special knowledge or practical experience in one or more of the following. ഈ ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ പകുതി അംഗങ്ങൾ, ആ പകുതി അംഗങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? കൺസിസ്റ്റ് ഓഫ് പേഴ്സൺ ഹാവിംഗ് സ്പെഷ്യൽ നോളജ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കുറേ മേഖലകളിൽ പ്രായോഗിക പരിശീലനമുള്ള അല്ലെങ്കിൽ ആ മേഖലയെക്കുറിച്ച് അറിവുള്ള ആളുകളിൽ നിന്നായിരിക്കണം 50% പേരെ ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വരണം ഇങ്ങനെയുള്ള ആളുകൾ. എപ്രകാരമുള്ള ആളുകൾ? ഹാവിങ് നോളജ് ഇൻ അക്കൗണ്ടൻസി, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എക്കോണമി, അതുപോലെ തന്നെ ഇക്കണോമിക്സ്, ഫിനാൻസ്, ലോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, IT, information technology, any other matter special knowledge of which is useful to the bank. ഈ പറയുന്ന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്നാലേ ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്ക് ഇത്തരത്തിലെ ആളുകളെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 50% ആളുകൾ ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ 50% ആളുകൾ, അതാണ് ഇവിടെ പറയുന്നത്. 50% ഓഫ് ദ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ കൺസിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഹാവിങ് സ്പെഷ്യൽ നോളജ്. 12 പേരിൽ 6 പേർക്ക് തന്നെയെങ്കിലും ഈ താഴെ പറയുന്ന മേഖലകളിൽ പ്രാവീണ്യമുള്ള ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ദ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് മാനേജ്മെന്റ് രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? വേറെ ബോഡി ഉണ്ടാക്കല്ല. ഈ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽപ്പെട്ട ആളുകൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നാണ് അവരെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽപ്പെട്ട ആളുകൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽപ്പെട്ട ആളുകൾ തന്നെയായിരിക്കും. എന്താണ് പറയുന്നത്? ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ദ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊവൈഡഡ് ദേ മീറ്റ് ദ ക്രൈറ്റീരിയ സ്പെസിഫൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ 50% ക്രൈറ്റീരിയ ഓരോ മേഖലകളിൽ, വ്യത്യസ്തമായ മേഖലകളിൽ അറിവുള്ള ആളുകളായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇവരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആ യോഗ്യതയുള്ള ആളുകളെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കാം. 50% ഓഫ് ദ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ ബി ഫ്രം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് 50% അധികരിക്കാത്ത ആളുകൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽപ്പെട്ട ആളായിരിക്കണം, ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 50%, ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ 50% ആളുകൾ എവിടെ നിന്ന് വരണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് വരണം. അതൊരു കണ്ടീഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ നോളജ് ഉള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. പകുതി ആളുകൾ അപ്രകാരമുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകളായിരിക്കണം. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 2 members ഫ്രം ഔട്ട്സൈഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ പറഞ്ഞ 50% ആളുകൾ ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ 50% ആളുകൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നാണ് വരേണ്ടത്. ബാക്കി 50% ആളുകൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മൾ മുകളിൽ പറഞ്ഞ ആ യോഗ്യതകളുള്ള ആളുകളായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്
ആ യോഗ്യതകൾ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലും തിരഞ്ഞെടുത്ത് വരുമ്പോൾ ചുരുങ്ങിയത് 2 പേര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഔട്ട്സൈഡിൽ നിന്നുള്ള ആളുകളായിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 2 പേര് എങ്കിലും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള 2 പേര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പെടാത്ത 2 ആളുകളായിരിക്കണം ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്ക് വരേണ്ടത്. അപ്പോൾ 10 പേര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് എന്തായാലും നമുക്ക് എടുക്കാം. ഈ യോഗ്യതകളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ 2 പേര്, ചുരുങ്ങിയത് 2 പേര് പുറമേ നിന്നുള്ള ആളുകളായിരിക്കണം. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പുറമേ നിന്ന് ഉള്ള ആളുകളായിരിക്കണം ഈ ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്ക് വരേണ്ടത്. അപ്പോൾ ആ കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് പിന്നെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ചെയർമാൻ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ ബി ഫ്രം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ചെയർമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസിഡന്റ് ആണ് ചെയർമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെയർമാൻ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ ബി എലക്ടഡ് ഫ്രം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ ചെയർമാനെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ബാങ്കിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രസിഡന്റ് ബോർഡ് ഓഫ് മാനേജ്മെന്റിൽപ്പെട്ട ആളാണ്. ഒരു കണ്ടീഷൻ കൂടി പറയുന്നു, അദ്ദേഹം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലും പെട്ട ആളായിരിക്കണം. എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് വരുന്ന ആ 2 പേരിൽ ഒരാളെ ബാങ്കിന്റെ ചെയർമാനായിട്ട് വെക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ആളുകളല്ല. അതുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പെട്ട ആളുകളായിരിക്കണം ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്ക് വരേണ്ടത്. ഈ 2 പേര് നേരിട്ട് ബോർഡ് ഓഫ് മാനേജ്മെന്റിലേക്ക് വരുന്നവരാണ്. അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റില്ല? അവരെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ല. പ്രസിഡന്റ് എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നുള്ള ആളായിരിക്കണം. സ്വാഭാവികമായിട്ട് അദ്ദേഹം ബോർഡ് ഓഫ് മാനേജ്മെന്റിലും വരുന്നു. ദ ടെനർ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഷാൽ ബി കോട്ടർമിനസ് വിത്ത് ദ ടെനർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ബാങ്കിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ബോർഡ് ഓഫ് മാനേജ്മെന്റും ഉണ്ട്. അപ്പോൾ ഇതിന്റെ കാലാവധി എങ്ങനെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാലാവധി എത്രയാണോ അത്ര കാലാവധി മാത്രമേ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ ലഭിക്കുള്ളൂ. ഇപ്പോൾ സാധാരണ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ഏതെങ്കിലും കാരണവശാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പിരിച്ചുവിട്ടു എന്നിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ലാണ്ടായി. അപ്പോൾ എന്ത് സംഭവിക്കും? ബോർഡ് ഓഫ് മാനേജ്മെന്റും ഇല്ലാതാകും. എന്തുകൊണ്ടാണ്? ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ കാലാവധി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാലാവധി എത്രയാണോ അത് തന്നെയാണ് ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെയും കാലാവധി. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ലാണ്ടായ ഓട്ടോമാറ്റിക്കായിട്ട് ബോർഡ് ഓഫ് മാനേജ്മെന്റും ഇല്ലാതെയാകും. ദ ഇൻഡിപെൻഡന്റ് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് വിൽ ബി പെയ്ഡ് സിറ്റിംഗ് ഫീസ് ഓർ അലവൻസസ് ആസ് ഫിക്സ്ഡ് ഫ്രം ടൈം ടു ടൈം ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് RBI ഗൈഡ്ലൈൻസ്. അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ 2 പേര് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു. അവർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് സിറ്റിംഗ് ഫീസ് അല്ലെങ്കിൽ അലവൻസസ് നൽകേണ്ടതായിട്ട് വരും. അത് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഫിക്സ് ചെയ്യുക. ബോർഡ് ഓഫ് മാനേജ്മെന്റ് അല്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അത് അലവൻസ് അല്ലെങ്കിൽ സിറ്റിംഗ് ഫീസ് ഫിക്സ് ചെയ്യുക. അത് അലവൻസ് ഫിക്സ് ചെയ്യുമ്പോൾ RBIയുടെ ഗൈഡ് ലൈൻസും കൂടി നോക്കണം. RBI പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ ഈ അലവൻസ് ഫിക്സ് ചെയ്യാറുള്ളൂ പാടുള്ളൂ. RBIയുടെ പരമാവധി എത്ര അലവൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മിനിമം എത്ര ആണെങ്കിലും വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടായിരിക്കണം ഈ സിറ്റിംഗ് ഫീസ് അല്ലെങ്കിൽ അലവൻസസ് ഈ പ്രൊഫഷണൽ ഡയറക്ടേഴ്സിന് നൽകേണ്ടത്. അപ്പോൾ അതും മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം കേരള. അതാണ് മാസ്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. meant for cooperative banks to issue demand draft and mail transfer within the state. സഹകരണ ബാങ്കുകൾക്ക് തമ്മിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മെയിൽ ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ അതിന് ഒരു അറേഞ്ച്മെന്റ്
അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ഏത് സംവിധാനത്തിലൂടെ? മാസ്ക് സംവിധാനത്തിലൂടെ. അപ്പോൾ നമ്മൾ ക്ലിയറിംഗ് ഹൗസ് പോലത്തെ ഒരു പ്രവർത്തനമാണ് മാസ്കിൻ്റെ ഈ പ്രവർത്തനം. അതായത് പണ്ട് ജില്ലാ സഹകരണ ബാങ്കുകളായിരുന്നപ്പോൾ ഈ ജില്ലാ സഹകരണ ബാങ്കുകൾ പരസ്പരം ഇഷ്യൂ ചെയ്യുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ മെയിൽ ട്രാൻസ്ഫറുകളൊക്കെ നടത്തുന്നുണ്ട്. ഇത് എല്ലാ മാസവും സെറ്റിൽ ചെയ്യണം. അത് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് മാസ്ക് രൂപീകരിക്കുന്നത്. ആ മാസ്ക് അതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, മാസ്ക്. ഇനി നമുക്ക് ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കേരള ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പിന്നിൽ എന്താണ് ചാലകശക്തി, എങ്ങനെയാണ് ആ ബാങ്കിൻ്റെ രൂപീകരണം എങ്ങനെയായിരുന്നു, അത് രൂപീകരിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ലോഞ്ചിങ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ആരൊക്കെയാണ്, ജനറൽ ബോഡിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു. ഇത് കൂടാതെ കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബ്രാൻഡ് നെയിമാണ്. അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, പിന്നീട് ആ ബാങ്കിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പിന്നീട് അതിൻ്റെ പ്രവർത്തനത്തിലെ പ്രോഗ്രസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കേരള ബാങ്കായി മാറിയതിന് ശേഷം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിലവിൽ വന്നതിനെ സംബന്ധിച്ചും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കേരള ബാങ്കിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ക്വിസ് ക്വസ്റ്റ്യൻസ് തരും, അതും നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടും. വീണ്ടും നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഡൗട്ട്സ് ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.